ഈ വർഷത്തെ വായനാവാരത്തിന് വളരെയധികം പ്രസക്തി കോഴിക്കോട്ടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതാണ്. തീർച്ചയായിട്ടും ലിറ്ററേച്ചർ നഗരം, സാഹിത്യ നഗരം എന്ന യുനെസ്കോയുടെ അതിവിശിഷ്ടമായിട്ടുള്ള അംഗീകാരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നേരത്തെ മനോജ് സാറ് പറഞ്ഞു, വായനാ ദിനത്തിൻ്റെ അന്ന് ഞാൻ ചലപ്പുറം ഗണപതി സ്കൂളിൽ പോവുകയുണ്ടായി. ഇത്രയ്ക്കൊന്നും സൗകര്യങ്ങളില്ലാത്തൊരു സ്കൂളിൽ മറ്റൊരു സൗകര്യമുള്ള സ്കൂളിലെ ചേച്ചിമാർ ഒരു ലൈബ്രറി ഉണ്ടാക്കി കൊടുക്കുന്നു. വളരെ എന്താ പറയുക, സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണത്. കുട്ടികൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു കരുതലിൻ്റെ പ്രതിഫലനം ആയിട്ട് തന്നെയാണ് ഞാനതിനെ എടുക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു വായനശാല മനോജ് സാർ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളൊക്കെ ഒരു പക്ഷേ പത്രങ്ങളിലൊക്കെ കണ്ടു കാണും അല്ലേ? അതിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്ട്രക്ചറൊക്കെയാണ് കുട്ടികളെ വായനശാലയിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ഘടനയാണ് അതിൻ്റെ. വളരെ സന്തോഷം തോന്നി അവിടെ പോയപ്പോൾ. പക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്ന പോലെയുള്ള മറ്റ് സൗകര്യങ്ങൾ, നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ വളർത്താനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ കുറഞ്ഞൊരു സ്കൂളാണത്. ഇവിടെ വരുമ്പോൾ എനിക്ക് ആ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ കലാപ്രവർത്തനങ്ങളെ, കലാവാസനകളെ ഒക്കെ പരിപോഷിപ്പിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം നിങ്ങൾക്കുണ്ട്, ഒരു പ്രിൻസിപ്പാൾ നിങ്ങൾക്കുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ അദ്ദേഹം അതിമനോഹരമായിട്ട് ഭാഷ ഉപയോഗിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശന സമയത്ത് എനിക്ക് കൂടി ഉണ്ടാകാനുള്ള ഒരു ഭാഗ്യവും സിദ്ധിച്ചിട്ടുണ്ട്. ചവറയച്ചൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ് എന്നതും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സാഹിത്യ നഗരം എന്ന് പറയുമ്പോൾ സാഹിത്യം എന്താണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അല്ലേ? സാഹിത്യമൊക്കെ വായിച്ച് സമയം കളയണോ? നമുക്ക് നന്നായി പഠിച്ച് നല്ല അക്കാഡമിക് റാങ്കുകളൊക്കെ നേടി ജീവിതം വിജയകരം ആക്കി തീർത്താൽ പോരെ? എന്തിനാണ് ഇത്തരത്തിലുള്ള വായനകൾ, അല്ലെങ്കിൽ എന്താണ് സാഹിത്യം എന്നൊക്കെയുള്ള ചോദ്യം പലരും ചോദിക്കാറുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരുടെ മനസ്സിലും ഒക്കെ ഉണ്ടായിരിക്കാം അല്ലേ? ഒരു സാഹിത്യകൃതി വായിക്കുമ്പോൾ അതിൽ ജീവിതം തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അല്ലേ? കുറച്ച് നേരത്തെ ഇവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു ദൃശ്യാവിഷ്കാരം ഒരു കവിതയുടെ കാണുകയുണ്ടായി. മനുഷ്യർ തമ്മിലുള്ള ബന്ധം, ആ പ്രണയം അതിമനോഹരമായിട്ട് ചിത്രീകരിച്ച ഒരു ഗാനമായിരുന്നു അത്. അതിസുന്ദരമായിട്ട് തന്നെ നമ്മുടെ അവളുടെ പേര് എന്ത്, മഞ്ജുഷയോ അഞ്ജലി അതിമനോഹരമായിട്ട്, പേരുകൾ ഇടക്കിടക്ക് തെറ്റിപ്പോകുന്നൊരു അസുഖം എനിക്കുണ്ട് കേട്ടോ. അഞ്ജലി അതിമനോഹരമായിട്ട് ഭാവാത്മകമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ വാക്കുകളുടെ ശക്തി, അത് ദൃശ്യാത്മകമായിട്ട് അവതരിപ്പിച്ച കുട്ടിയുടെ മുഖത്തും ശരീരചലനങ്ങളിലും ഒക്കെ അതിലൂടെ നമുക്കുണ്ടാകുന്നൊരാകർഷണം, വളരെ ചെറിയ ഒരു ആശയമാണത് അല്ലേ? പ്രണയം, നിശബ്ദ പ്രണയമാണ് അവിടെ ആവിഷ്കരിക്കുന്നത്. ഞാനൊന്നുമല്ല, ഞാനൊരു കാട്ടുപൂവാണ്, വാസനയില്ലാത്തൊരു കാട്ടുപൂവാണ്. ഞാൻ നിന്നെ പ്രണയിക്കുന്നു, പക്ഷെ എനിക്കത് നിന്നോട് പറയാനുള്ള ആത്മശക്തിയില്ല, കാരണം എനിക്ക് നിന്നോട് ഇഷ്ടമില്ല എന്ന് അയാൾ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എൻ്റെ ജീവിതം പിന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഞാൻ നിന്നോടുള്ള പ്രണയം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇനിയുള്ള കാലം ജീവിച്ചു കൊള്ളാം എന്ന് പറയുന്ന അതിമനോഹരമായൊരു കവിതയായിരുന്നു അത്. അപ്പം മനുഷ്യബന്ധങ്ങളൊക്കെ അങ്ങനെയാണ്. വെറും മനുഷ്യനൊരു മൃഗമല്ലല്ലോ അല്ലേ? മനുഷ്യൻ മൃഗങ്ങളെ പോലെ ഭക്ഷണം കഴിക്കുകയും അതിലഭിരമിക്കുകയും അതിനുശേഷം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുകയും അവസാനം മരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ. അതിനപ്പുറത്ത് മനുഷ്യന് വലിയൊരു വികാര പ്രപഞ്ചമുണ്ട്, അല്ലെങ്കിൽ ഒരു ആത്മീയമായിട്ടുള്ളൊരു തലം കൂടി മനുഷ്യനുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് അന്വേഷണങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ? ആത്മീയമായ അന്വേഷണങ്ങളും അതേപോലെ തന്നെ സൗന്ദര്യാത്മകമായിട്ടുള്ള, ഇത് രണ്ടും പരസ്പരം ബന്ധിതമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആത്മീയമായിട്ടുള്ള അന്വേഷണങ്ങൾ, സൗന്ദര്യാത്മകമായിട്ടുള്ള അന്വേഷണങ്ങൾ, ഇതൊക്കെ പരസ്പര ബന്ധിതങ്ങൾ തന്നെയാണ്. നമ്മുടെ ജീവിതം
ജീവനയോഗ്യമാക്കി തീർക്കുന്നത് വാസ്തവത്തിൽ ഈ ഒരു സൗന്ദര്യാത്മകതയും അതേപോലെ തന്നെ നമ്മൾ സാഹിത്യകൃതികൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണരുന്ന നീതിബോധം കൂടിയാണ്. കാരണം മനുഷ്യർ പരസ്പരം ബന്ധപ്പെട്ട് സമൂഹമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾക്ക് ഇതൊന്നും ആവശ്യമില്ല, സാഹിത്യം ആവശ്യമില്ല. അപ്പോൾ സാഹിത്യം എന്ന് പറയുന്നത് സഹിതം ആണ്. ഒന്നിച്ചു നിൽക്കുന്ന വ്യക്തികൾക്ക് പരസ്പരം ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സൗന്ദര്യം, അതാണ് വാസ്തവത്തിൽ സാഹിത്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ജീവിതത്തിൽ സങ്കടങ്ങളുണ്ട് അല്ലേ, ചിലപ്പോഴൊക്കെ വലിയ സന്തോഷങ്ങളുണ്ട്. ഇതൊക്കെ ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്, ഞങ്ങളൊക്കെ എത്രയോ 60 വയസ്സിൻ്റെ മുകളിലുള്ള ആളുകളാണ്. അപ്പം ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ താണ്ടിയ വെല്ലുവിളികൾ വളരെ കൂടുതലായിരുന്നു ജീവിതത്തിൽ. വളരെ വലിയ വെല്ലുവിളികളിലൂടെയും അനുഭവങ്ങളിലൂടെയും ഒക്കെയാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ ആലോചിക്കും, കൊച്ചുകുട്ടി, നിഷ്കളങ്കരായിട്ടുള്ള കൊച്ചുകുട്ടികൾ ഇനി താണ്ടാനിരിക്കുന്ന ജീവിതത്തിൽ തീർച്ചയായിട്ടും ആഹ്ലാദങ്ങൾ നിങ്ങൾക്കുണ്ടാകും, അതുണ്ടാവാതിരിക്കില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ വെല്ലുവിളികൾ കൂടി ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൂടി കലർന്നതാണ് ജീവിതം. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളിൽ തളർന്നു പോകാതിരിക്കാനും ആഹ്ലാദങ്ങളിൽ മതിമറന്ന് മറ്റുള്ളവരെ മറന്ന് എൻ്റെ സന്തോഷം മാത്രം ആണ് ജീവിതം എന്ന് വിചാരിക്കാതിരിക്കാനും ഒക്കെ വാസ്തവത്തിൽ വായന നമ്മളെ, നല്ല വായനാ സംസ്കാരം അല്ലെങ്കിൽ സാഹിത്യം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരു നമ്മുടെ മനസ്സിൻ്റെ, എല്ലാ മനുഷ്യരും ജനിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ സൗന്ദര്യാത്മകതയുണ്ട്. കൊച്ചുകുട്ടികൾ കണ്ണുവിടർത്തി ലോകത്തെ നോക്കുമ്പോൾ സൗന്ദര്യമുള്ള വസ്തുക്കളെ വളരെ സാഗൂതം വീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പൂച്ചയ്ക്ക് വേദനിച്ചാൽ കുഞ്ഞിന് വേദനിക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ഒരു നീതിബോധം നമ്മുടെ മനസ്സിലുണ്ട്, സ്നേഹം നമ്മുടെ മനസ്സിലുണ്ട്, സൗന്ദര്യ വാസന നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ വളർന്നു വരുമ്പോൾ പലതരത്തിലുള്ള സ്വാധീനങ്ങൾ നമ്മുടെ മേൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ ജാതിയുണ്ട്, മതമുണ്ട്, ചിലർ സമ്പന്നരാണ്, ചിലർ ദരിദ്രരാണ്, അവൻ ചെറിയ വീട്ടിൽ ജീവിക്കുന്നവനാണ്, ഞാൻ സമ്പന്നനാണ്. ഇങ്ങനെ പലതരത്തിലുള്ള വിഭാഗീയതകൾ അല്ലേ, മതത്തെപ്പറ്റിയുള്ള സങ്കല്പങ്ങൾ, എൻ്റെ മതമാണ് ശ്രേഷ്ഠം, ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള സ്വാധീനങ്ങൾ നമ്മളിലേക്ക് വരികയും ഇപ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മളറിയാതെ നമ്മൾ ശ്രേഷ്ഠർ, മറ്റുള്ളവർ താഴെ എന്നുള്ളൊരു വിചാരം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ നീതിബോധം, എല്ലാവരോടും ഒരുപോലെ തോന്നേണ്ട നീതിബോധത്തിൽ ചിലപ്പോഴൊക്കെ വെള്ളം ചേർക്കപ്പെടും. പക്ഷേ നമ്മൾ നല്ല സാഹിത്യം വായിക്കുമ്പോൾ നമ്മൾ മറന്നുപോയ ചില കാര്യങ്ങൾ നമ്മളൊരു മിന്നൽ പോലെ ആ ഒരു കഥയോ അല്ലെങ്കിൽ ഒരു കവിതയോ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ജ്വലിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഞാൻ ഇന്ന ആളോട് നീതി കാണിച്ചില്ലല്ലോ എന്ന് അത്തരത്തിലുള്ളൊരു കഥയോ അല്ലെങ്കിൽ കവിതയോ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് വാസ്തവത്തിൽ സാഹിത്യ വായന. അതേപോലെ തന്നെ സാഹിത്യവുമായി ബന്ധപ്പെട്ട മറ്റു കലകൾ, സാഹിത്യം എന്ന് പറഞ്ഞാൽ എഴുത്ത് മാത്രമല്ല സാഹിത്യം. ഒരു പക്ഷേ മലയാളം എഴുതാൻ അറിയാത്ത എത്രയോ ആളുകൾ ജീവിച്ച് മരിച്ചു പോയൊരു പ്രദേശം കൂടിയാണിത് അല്ലേ? അവിടെ അന്നും സാഹിത്യമുണ്ടായിരുന്നു, വാമൊഴി സാഹിത്യമുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ സാഹിത്യ രൂപങ്ങളായ അല്ലെങ്കിൽ കലാരൂപങ്ങളായ തെയ്യം, തിറ, പാട്ട് അല്ലേ, അതിലൊക്കെ വലിയ ശ്രേഷ്ഠമായ സാഹിത്യമുണ്ട്, വാമൊഴിപ്പാട്ടുകളിലുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നേരത്തെ പറഞ്ഞ ഈ ഒരു നീതിബോധം, പ്രതിരോധം, അതൊക്കെ നമുക്ക് ഈ പാട്ടുകളിൽ കാണാം. പ്രത്യേകിച്ച് കീഴാള മനുഷ്യരുടെ കലാ ആവിഷ്കാരങ്ങളാണ് സാധാരണ തെയ്യവും തിറയും. തിറ എന്ന് പറയുമ്പോൾ അതിൻ്റെ പാട്ട്, തെയ്യം പോലെയുള്ള ആവിഷ്കാരങ്ങൾ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരുടെ, ജാതിപരമായിട്ട് താഴ്ന്നവർ എന്ന് വിചാരിച്ചിരുന്നവരുടെ കലാവിഷ്കാരങ്ങളാണ്. അതിൽ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവരുടെ പ്രതിരോധത്തിൻ്റെ ധ്വനികൾ കൂടി നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്തുകൊണ്ട് ഞാൻ കീഴാളൻ? നമ്മളെല്ലാം ഒരു ചെറിയൊരു വരി ഞാൻ പറയാം. നീങ്കളെ കൊത്തിയാലും ചോരല്ലേ തേവരെ, എന്നെ കൊത്തിയാലും, ഞാങ്കളെ കൊത്തിയാലും ചോരല്ലേ തേവരെ. ഇപ്പം എന്നെ കൊത്തിക്കഴിഞ്ഞാൽ, കത്തിയെടുത്ത് മുറിച്ച് കഴിഞ്ഞാൽ വരുന്ന ചോര,
ഒരു മേലാളനായ മനുഷ്യൻ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളെ കൊത്തി എന്താ വരിക, അതും ചോര തന്നെ. അപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് ഒരു വാമൊഴി കവിതയിൽ വരുന്നു. വലിയൊരു നീതിബോധത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിരോധത്തിൻ്റെ ഒരു ചോദ്യമാണത് അല്ലേ. നിങ്ങളെ കൊത്തിയാലും ചോരല്ലേ തേവരെ, ഞാങ്കളെ കൊത്തിയാലും ചോരല്ലേ തേവരെ. ഇതൊക്കെ നമ്മുടെ നാടൻ പാട്ടിൽ വരുന്ന പ്രതിരോധത്തിൻ്റെ വരികളാണ്. അതൊക്കെ നമ്മൾ നല്ല സാഹിത്യമായിട്ട് സാധാരണ കരുതാറില്ല. നമ്മൾ എഴുതി വെച്ച വലിയ സാഹിത്യകാർ, അവരൊന്നും മോശമായിട്ട് പറയല്ല കേട്ടോ, മലയാളത്തിലെ അതിപ്രമുഖരായ സാഹിത്യകാരന്മാരെ, പ്രത്യേകിച്ച് കോഴിക്കോടുമായി ബന്ധപ്പെട്ട സാഹിത്യകാരന്മാരെ പറ്റിയൊക്കെ മനോജ് സാറ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. അതിൽ ജീവിച്ചിരിക്കുന്ന MT ആണ് ഇപ്പം ഇന്ന് ബാക്കിയുണ്ട്, ആ ഒരു തലമുറയിലെ ബാക്കിയുണ്ട് എന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അവരൊക്കെ വളരെ വലിയ സ്വാധീനം ഞങ്ങളെപ്പോലുള്ളവരുടെ മനസ്സിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. SK പൊറ്റക്കാടായാലും ദേശത്തിൻ്റെ കഥ എഴുതിയ SK പൊറ്റക്കാട്, തെരുവിൻ്റെ കഥ എഴുതിയ SK പൊറ്റക്കാട് അല്ലേ, നെല്ല് എഴുതിയ P വത്സല, UA ഖാദർ എന്ന മഹാനായ എഴുത്തുകാരൻ, തൃക്കോട്ടൂർ എന്ന അദ്ദേഹം പേരിട്ട് വിളിച്ച പയ്യോളി, ആ ഭാഗത്തുള്ള പ്രദേശത്തെ തനിമയാർന്ന ഭാഷയും സംസ്കാരവും, കീഴാളരുടെ സംസ്കാരം, പ്രധാനമായിട്ട് അദ്ദേഹം വലിയ സവർണരായ ആളുകളുടെ അല്ല, കീഴാള മനുഷ്യരുടെ സംസ്കാരം, ഭക്തി, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു ട്രഷറാണ് നമുക്ക്. അതൊക്കെ ഒരു വലിയ നിധിയായിട്ട് നമുക്കവിടെ ഉണ്ട്. ഈ പഴയ ഭാഷയൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കൃതികൾ വായിച്ചാൽ മതി. വിവേകാനന്ദൻ്റെ കൃതികൾ വായിച്ചാൽ ഈ വടക്കൻ മലബാറിൻ്റെ ഭാഷ, വിശ്വാസങ്ങൾ അല്ലേ, പ്രതിരോധങ്ങൾ, ഇതൊക്കെ നമുക്കതിൽ കാണാൻ സാധിക്കും. അതാണ് സാഹിത്യത്തിൻ്റെ ഒരു പ്രാധാന്യം. വായനാ ദിനത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. വായനാ ദിനം ആരുടെ പേരിലാണ് ആചരിക്കപ്പെടുന്നത് എന്നതും നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ. PN പണിക്കർ എന്ന മഹാനായ വ്യക്തി 1995 അദ്ദേഹം മരിച്ചു, ജൂൺ 19. നെക്സ്റ്റ് ഇയർ 1996 മുതൽ അദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായിട്ട് ആചരിക്കുകയാണ് നമ്മൾ. അദ്ദേഹത്തിന് വലിയൊരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുരസ്കാരമാണ് നമ്മൾ നൽകുന്നത്. എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ പേരുച്ചരിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ പുസ്തകങ്ങളുടെ പ്രാധാന്യത്തെ പറ്റി പറയുന്നു അല്ലേ. വളരെ വലിയൊരു കാര്യമാണ്, വലിയൊരു അംഗീകാരം തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം ജനിച്ചത് 1906 1906 1926 തൻ്റെ പ്രദേശത്ത് ആലപ്പുഴയിൽ അദ്ദേഹം ആദ്യമായി ഒരു വായനശാല ഉണ്ടാക്കുന്നത്. വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു വായനശാല ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് 1926 വളരെ വലിയ കാര്യം. പക്ഷെ അതിൻ്റെ ഒരു 1.5 ദശകം എന്ന് പറഞ്ഞാൽ അറിയാലോ, 10 വർഷം അല്ലേ. അപ്പോൾ അതിൻ്റെ 1.5 ദശകം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 15 വർഷം മുമ്പ് കേരളത്തിൽ വലിയ സമരങ്ങൾ നടന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് എന്നറിയാമോ? അയ്യങ്കാളിയെ കേട്ടിട്ടുണ്ടോ? അയ്യങ്കാളി കേട്ടിട്ടുണ്ട് അല്ലേ. അയ്യങ്കാളി നടത്തിയ വളരെ നിങ്ങളുമായി ബന്ധപ്പെട്ടൊരു സമരം ഏതായിരുന്നു? നേരത്തെ ഞാൻ പറഞ്ഞ പഠിപ്പ് നിഷേധിക്കപ്പെട്ടിരുന്ന മനുഷ്യർക്ക്, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി, ഞങ്ങളുടെ കുട്ടികൾക്ക്, അദ്ദേഹം ഒരു കീഴാള ജനവിഭാഗത്തിൽ നിന്ന് വന്ന, ജാതിപരമായിട്ട് കീഴാളെന്ന് ഞാൻ പറയുന്നതല്ല, അന്ന് കീഴാളരായിട്ട് വിചാരിച്ചിരുന്ന ജനവിഭാഗങ്ങളിൽ നിന്ന് വന്ന ഒരു നേതാവാണ് അയ്യങ്കാളി. അദ്ദേഹത്തിന് ഭാഗ്യം കൊണ്ട് വിദ്യാഭ്യാസം നേടാനൊക്കെ കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇന്ത്യയിലെ ഒരു സംവിധാനം അനുസരിച്ച്, ജാതീയത അനുസരിച്ച് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമില്ലായിരുന്നു. ഇത് 1904 അയ്യങ്കാളി ആദ്യമായിട്ട് ഒരു വിദ്യാലയം സ്വയം ഉണ്ടാക്കുകയാണ്, തങ്ങളുടെ ജനതയ്ക്ക് വേണ്ടി, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി. പക്ഷേ അത് സവർണരായ വ്യക്തികൾ വന്ന് പൊളിച്ചു കളയാണ്, സമ്മതിക്കുന്നില്ല. കാരണം അവർ പഠിക്കാനുള്ളവരല്ല, അവർ പാടത്ത് പണിയെടുക്കാനുള്ളവരാണ്. അവർക്ക് വിദ്യ വേണ്ട, വിദ്യ പാടില്ല എന്ന് പറഞ്ഞു. വിദ്യ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പാഠങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും. എന്തുകൊണ്ട് ഞാനിങ്ങനെ എന്ന് ചിന്തിക്കാൻ തുടങ്ങും. എന്തുകൊണ്ട്
ഇപ്പം നേരത്തെ പറഞ്ഞ ആ പാട്ട് പഠിക്കാത്ത ഒരാൾ എഴുതിയതാണ്. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ചിന്ത, തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ജാതീയത വളരെ ശക്തമായിട്ട് നിലനിന്ന കേരളത്തിലും ഈ അടിത്തട്ട് കീഴാള ജനവിഭാഗങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 1907 അതിനു മുമ്പ് തിരുവിതാംകൂർ അന്ന് 3 കഷ്ണങ്ങളായിട്ട് കിടക്കുകയായിരുന്നു കേരളം, അല്ലേ? ചരിത്രം വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മുടെ യുനെസ്കോ പുരസ്കാരം കിട്ടിയത് തന്നെ ചരിത്രത്തെ, കോഴിക്കോടിൻ്റെ ചരിത്രത്തെയും കോഴിക്കോടിൻ്റെ വർത്തമാനത്തെയും അംഗീകരിച്ചുകൊണ്ടാണ്. ചരിത്രത്തിൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, ഇന്ന് നമ്മളിതെങ്ങനെ നിലനിർത്തുന്നു, ഇത് രണ്ടും പരിഗണിച്ചിട്ടാണ് യുനെസ്കോയുടെ ഈ പുരസ്കാരം നമുക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലേ? അത് നിങ്ങൾക്കറിയാലോ. ഇന്നത്തെ എത്രമാത്രം വായനശാലകൾ ഇവിടെയുണ്ട്, എത്രമാത്രം നാടക പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്, എത്രമാത്രം സാംസ്കാരിക പരിപാടികൾ നടക്കുന്നുണ്ട്, അല്ലേ? ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമുക്ക് യുനെസ്കോ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചരിത്രം എന്ന് പറയുന്നത് വായനയുടെ ചരിത്രം മാത്രമല്ല, വായന നിഷേധിക്കപ്പെട്ട മനുഷ്യരുടെ ചരിത്രം കൂടിയാണ് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 1907 തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഇങ്ങനെ 3 കഷ്ണങ്ങളായിട്ട് കിടക്കുകയായിരുന്നു കേരളം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ശബ്ദമൊന്നും വരുന്നില്ല. ഉണ്ട്. ഓക്കെ 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 അപ്പോൾ തിരുവിതാംകൂർ ഭാഗത്തായിരുന്നു അയ്യങ്കാളിയൊക്കെ ഉണ്ടായിരുന്നത്, തിരുവനന്തപുരം ആ ഭാഗത്ത്. അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് ആ സമയമാവുമ്പോഴത്തേക്കും കീഴാള മനുഷ്യർക്ക് കൂടി വിദ്യാഭ്യാസം ചെയ്യാനുള്ള വിളംബരം പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷേ അയ്യങ്കാളി തൻ്റെ സമുദായത്തിലുള്ള പഞ്ചമി എന്നൊരു പെൺകുട്ടിയുടെ കൈപിടിച്ച് സ്കൂള് തുറന്നപ്പോൾ, വിദ്യാലയത്തിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ എന്താ ഉണ്ടായത്? ഈ വിളംബരം ഉണ്ടായിട്ട് പോലും സവർണരായ വ്യക്തികൾ, അതായത് ജാതിയിൽ ഉയർന്ന വ്യക്തികൾ അവളെ പുറത്താക്കുകയും ആ ബെഞ്ച് തന്നെ, അവളിരുന്ന ബെഞ്ച് കത്തിച്ച് കളയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ഈ ചരിത്രം നമ്മൾ ഓർക്കണം. അതിനുശേഷം തീർച്ചയായിട്ടും കീഴാള മനുഷ്യർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ സാധ്യതയുണ്ടായതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടുള്ള ക്രിസ്ത്യൻ മിഷനറിമാർ തന്നെയായിരുന്നു എന്നുള്ള സത്യവും നമ്മൾ ഓർക്കണം. ഇത് സ്കൂളിനും അതുമായിട്ടൊരു ബന്ധമുള്ളത് കൊണ്ട് അത് വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ലെങ്കിലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും കീഴാള കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും പഠിക്കാനുള്ള സൗകര്യമുണ്ടാക്കുകയും ഒക്കെ ചെയ്തത് ഈ മിഷനറി പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു പ്രധാനമായിട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ മിഷനറി പ്രവർത്തനം വന്നു, വിദ്യ അഭ്യസിക്കുന്നു, ചെറിയ ചെറിയ ലഘുലേഖകളൊക്കെ വായിക്കുന്നു, അതിനുശേഷം പുസ്തക വായന തുടങ്ങുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഈ മനുഷ്യർക്ക് മനസ്സിലാവുന്നത്, ലോകത്തിൽ ഏതെല്ലാം തരത്തിൽ അവകാശങ്ങൾക്ക് വേണ്ടി മനുഷ്യർ പൊരുതിയിട്ടുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾക്കും ഇതുപോലെ പൊരുതിക്കൂടാ? ഞങ്ങളും വ്യക്തികളാണ്, ഞങ്ങളൊരു സമുദായമായിട്ട് ജീവിക്കുമ്പോൾ ആ സമുദായത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് മാത്രം ജീവിക്കേണ്ടവരല്ല എന്നുള്ളൊരു ബോധം. അതായത് ഒരു കീഴാള മനുഷ്യനായാൽ വയലിൽ പണിയെടുത്താൽ മതി, അത് കഴിഞ്ഞ് പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയിട്ട് കുറച്ച് നെല്ല് കൂലിയായിട്ട് കിട്ടുമ്പോൾ അത് വറുത്ത് കുത്തി അന്ന് തന്നെ കഞ്ഞി വെച്ച് അന്ന് രാത്രി ഉറങ്ങുന്ന കുട്ടികളെ വിളിച്ചുണർത്തി കഞ്ഞി കുടിപ്പിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യരായിരുന്നു ഇവർ. നെല്ല് കൊണ്ടുവന്നിട്ട്, നെല്ലാണ് കൂലി കൊടുക്കുന്നത്, പണമല്ല. നെല്ല് കൊണ്ടുവന്ന് ഉണക്കാനൊന്നും നേരമില്ല, വറക്കുക, വറുത്തിട്ട് വിരലിലിട്ട് കുത്തുക, എന്നിട്ട് കഞ്ഞി വെച്ച് മക്കൾക്ക് കൊടുക്കുക. ഇങ്ങനെ കഷ്ടപ്പെട്ട് പകൽ മുഴുവൻ മുണ്ട് മുറുക്കിയെടുത്ത് പണിയെടുത്ത മനുഷ്യർ, ഇവരൊക്കെ ഉണ്ടാക്കിയതാണ് നമ്മുടെ കേരളം, അത് മറക്കരുത്. അവരൊക്കെ ഉണ്ടാക്കിയതാണ് കേരളം. അപ്പോൾ ഇങ്ങനെ പൊരുതി വന്ന മനുഷ്യർ, ഞങ്ങളും വ്യക്തികളാണ്, ഞങ്ങൾ ഒരു കൂട്ടമായിട്ട് ഒരുപോലെ ജീവിക്കേണ്ടവരല്ല, ഞങ്ങൾക്കും വ്യക്തിത്വമുണ്ട് എന്നുള്ള ബോധം അവർക്കുണ്ടാക്കിയത് വിദ്യാഭ്യാസമാണ്. ഇങ്ങനൊരു ചരിത്രം അവിടെയുണ്ട്. അപ്പോൾ ഇതാണ് വിദ്യ. മറ്റു പല അന്ധവിശ്വാസങ്ങൾ കൊണ്ട് വിദ്യ നിഷേധിക്കപ്പെട്ടവരും ഉണ്ടായിരുന്നു. വേണമെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ കാര്യമെടുത്താൽ, മുസ്ലിം സമുദായത്തിന് കുറേയേറെ ആ കാലത്ത് കുറേ നല്ല ഗുണങ്ങളുണ്ടായിരുന്നു. കാരണം അവർ
ഈ കൊളോണിയൽ പോർച്ചുഗീസുകാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരായിട്ട് അതിശക്തമായിട്ട് പോരാടിയ മനുഷ്യരാണ് അല്ലേ. കുഞ്ഞാലി മരക്കാരെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അന്നത്തെ സാമൂതിരിയുടെ യോദ്ധാക്കളായിട്ട് അതിശക്തമായിട്ട് ഈ കൊളോണിയൽ ശക്തികൾ ഗുണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ പ്രകൃതി സമ്പത്തുകളും ഒക്കെ ചൂഷണം ചെയ്യാനും കൂടിയാണ് വാസ്തവത്തിൽ ഈ കൊളോണിയൽ യൂറോപ്യൻ ശക്തികളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. ആദ്യം പോർച്ചുഗീസുകാർ വന്നു അല്ലേ, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നെ ബ്രിട്ടീഷുകാർ വന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് ചൂഷണം ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഇതിനെതിരായിട്ട് സാമൂതിരിയുടെ പടയാളികളായിട്ട് സമരം ചെയ്ത അതിശക്തമായിട്ടുള്ളൊരു പാരമ്പര്യം ഈ ഭാഗത്തുള്ള മുസ്ലിം ജനവിഭാഗത്തിനുണ്ട്. പക്ഷേ അവരുടെ ഈ കോളനിവൽക്കരണത്തിനോടുള്ള വെറുപ്പ് വിദ്യാഭ്യാസത്തിനോടും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനോട്, വിദ്യാലയങ്ങളോട് ഒക്കെ അവർക്ക് എതിർപ്പായിരുന്നു. അവർ മലയാളം തന്നെ സംസാരിച്ചു, പക്ഷേ മലയാളം അറബി ആൽഫബറ്റ് ഉപയോഗിച്ച് എഴുതിക്കൊണ്ടിരുന്നു. അതാണ് അറബി മലയാളം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അറബി മലയാളത്തിൽ അറബി ലിപികൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പാട്ടുകളും കഥകളും ഒക്കെ എഴുതിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ, പക്ഷേ വിദ്യാലയത്തിൽ പോകില്ല, മലയാളം പഠിക്കില്ല, ഇംഗ്ലീഷ് പഠിക്കില്ല. അങ്ങനെയൊക്കെയുള്ളൊരു കാലത്തിൽ നിന്ന് ആ ഒരു സമുദായത്തിൽ നവോത്ഥാനം ഉണ്ടാകുന്നു, വിദ്യാഭ്യാസം ചെയ്യാൻ തുടങ്ങുന്നു. സ്ത്രീകൾക്കും വിദ്യാഭ്യാസം ചെയ്യാം എന്നുള്ളൊരു രീതി ഒരു 30കളൊക്കെ ആകുമ്പോഴത്തേക്കും വരുന്നു. 20കൾ 30കളൊക്കെ ആകുമ്പോഴത്തേക്കും 1920കൾ എന്ന് പറഞ്ഞാൽ 1920കൾ 30കളിലൊക്കെ മുസ്ലിം സ്ത്രീകളും വിദ്യാഭ്യാസം ചെയ്യാൻ തുടങ്ങുന്നു. അപ്പം ഇങ്ങനെ വിദ്യാഭ്യാസം ലഭിക്കാൻ അവകാശമില്ലാതിരുന്ന എത്രയോ മനുഷ്യർ അവിടെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതൊന്നും അത്ര പഴയതൊന്നും അല്ല. അപ്പോൾ ഈ ഒരു വാക്കുകളുടെ ശക്തി, ഭാഷയുടെ ശക്തി, മാതൃഭാഷയുടെ ശക്തി, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഇംഗ്ലീഷ് പഠിച്ചാൽ പോരെ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാൽ പോരെ, ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കാം, പക്ഷേ മാതൃഭാഷ കൂടി പഠിക്കേണ്ടതിൻ്റെ, അല്ലെങ്കിൽ മാതൃഭാഷ നമ്മളാരും തല്ലി പഠിപ്പിക്കുന്നൊന്നുമല്ല. നമ്മൾ വളരെ എന്താ പറയുക, സ്വാഭാവികമായിട്ട് നമ്മുടെ അമ്മ ആദ്യമായിട്ട് സംസാരിക്കുന്നു അല്ലേ, കൊഞ്ചി പറയുന്നു, ബന്ധുക്കൾ കൊഞ്ചിക്കുന്നു, ഇതിലൂടെയൊക്കെ ഭാഷ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പൂച്ച കാക്ക എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. സ്കൂളിലെത്തുമ്പോൾ കൂടി നമ്മൾ ഭാഷ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ മാതൃഭാഷ പഠിക്കാതിരുന്നാൽ നമുക്ക് സമൂഹത്തെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഒരുപക്ഷെ നമ്മൾ ബെർണാഡ് ഷായെ വായിക്കുന്നതും വളരെ വലിയ കാര്യം തന്നെയാണ്. ബെർണാഡ് ഷായെ പറ്റി, വായനയെപ്പറ്റി പറയുന്നതിൽ ബെർണാഡ് ഷായുടെ പ്രാധാന്യം പറയുന്ന ഒരു വാചകം എങ്ങനെയാണ്: ബെർണാഡ് ഷായെ വായിക്കുമ്പോൾ നമ്മൾ 1000 മനസ്സുകളിൽ മുങ്ങി നിവരുന്നു. 1000 മനസ്സുകളിൽ മുങ്ങി നിവരുന്നു. അതായത് ആയിരക്കണക്കിന് കഥാപാത്രങ്ങളുണ്ട്. അവരുടെയൊക്കെ മനസ്സിലൂടെ നമ്മൾ മുങ്ങി ഉയരുമ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയാവുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബെർണാഡ് ഷാ എന്നുപയോഗിച്ചത് ശരിയാണ്, പക്ഷേ നമുക്ക് അതേപോലെ തന്നെ മലയാളത്തിൻ്റേതായ എഴുത്തുകാരുമുണ്ടല്ലോ. ഇവരുടെ ഇപ്പോൾ തകഴിയെ വായിക്കുമ്പോൾ നമ്മൾ 200 വർഷത്തെ ആലപ്പുഴ കുട്ടനാട് ഭാഗത്തെ പ്രദേശങ്ങളുടെ ചരിത്രം അറിയുന്ന ചരിത്ര പുസ്തകത്തിൽ വായിക്കുന്ന പോലെ വളരെ ഡ്രൈ ആയിട്ടുള്ള വായനയൊന്നുമല്ല, മനുഷ്യരിലൂടെ അറിയുന്നു, ജന്മിയിലൂടെ അറിയുന്നു, വയലിൽ പണിയെടുക്കുന്ന ആളുകളുടെ അനുഭവത്തിലൂടെ ചരിത്രം അറിയുന്നു, രാഷ്ട്രീയക്കാരനിൽ നിന്നറിയുന്നു, സ്വദേശി പ്രസ്ഥാനത്തിലൊക്കെ ഇടപെടുന്ന ആളുകളിൽ നിന്നറിയുന്നു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വരുമ്പോൾ അവരിലൂടെ അറിയുന്നു, നക്സൽ പ്രസ്ഥാനത്തിൽ വന്ന് അവസാനിക്കുന്നുണ്ട് ഈ കയർ എന്ന തകഴിയുടെ വളരെ വിഖ്യാതമായിട്ടുള്ള ബൃഹത്തായൊരു നോവലുണ്ട്. കയർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ നമ്മൾ ഒരു 2-2.5 നൂറ്റാണ്ട് കാലത്തെ കേരളത്തിൻ്റെ ചരിത്രം അറിയുന്നുണ്ട്. ചരിത്രം അറിയുന്നത് മനുഷ്യരിലൂടെയാണ്. ഒരാൾ വായിക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ ചരിത്രത്തെ വായിക്കുക എന്ന് പറഞ്ഞാൽ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നത് അല്ലേ. കിഴാള മനുഷ്യൻ മനസ്സിലാക്കുന്ന പോലെയല്ല ജന്മി മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനെ പല ആളുകളിലൂടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ ചരിത്രത്തെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടേതായ രീതിയിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതാണ് വായനയുടെ പ്രാധാന്യം.
പുതിയ കാലത്ത് വായന കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറയുക. കാരണം അന്നത്തെ പോലത്തെ അനുഭവങ്ങൾ നമ്മൾക്കില്ല, അനുഭവങ്ങൾ കുറവാണ്. ഇന്ന് നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം നിങ്ങളുടെ മാതാപിതാക്കൾ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടാവും, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവാം, പക്ഷേ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും മക്കളെ അത് അറിയിക്കാതെ മക്കൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കളാണ് ഇന്നുള്ളത്. കാരണം 1-2 കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പഴയ കാലത്ത് അങ്ങനെയല്ല, പെടഞ്ഞ് പഠിച്ച കുട്ടികളുണ്ട്. ഉച്ചയ്ക്കൊന്നും കഴിക്കാനില്ലാതെ സ്കൂളിലെ പച്ചവെള്ളം കോരി കുടിച്ച് പഠിച്ചവരുണ്ട്. വൈകുന്നേരം അമ്മ വരുന്നത് അല്ലെങ്കിൽ അച്ഛൻ വരുന്നത് കാത്തിരിക്കുന്ന, ഒരു കഞ്ഞി കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളുണ്ട്. ഇതൊന്നും പഴയതൊന്നുമല്ല. ഈയിടെ ഞാൻ ശാന്തകുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു നാടക സംവിധായകൻ്റെ, അദ്ദേഹം മരിച്ചുപോയി, 3 കൊല്ലം മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പുസ്തകം ഈയിടെ ഇറങ്ങുകയുണ്ടായി. ആ പുസ്തകത്തിൽ വായിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിത കഥ വായിക്കുമ്പോൾ, ഒരു താഴ്ന്ന ജാതിയിൽ ജനിക്കുന്നു. അച്ഛൻ തെയ്യം കലാകാരനായിരുന്നു. അച്ഛൻ നന്നായി മദ്യപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ പ്രയാസങ്ങളും ഒക്കെ കൂടി കൊണ്ടായിരിക്കാം. 5 മക്കളുണ്ട്. 5 മക്കളെ വളർത്തിയെടുക്കാൻ വേണ്ട ഇൻകം അയാൾക്കില്ല. അപ്പോൾ ഇദ്ദേഹം നന്നായി മദ്യപിക്കും, വീട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാക്കും. ഈ കുട്ടികൾ ഇതൊക്കെ കണ്ടാണ്, ഭയങ്കര സങ്കടങ്ങൾ കണ്ടാണ് വളരുന്നത്. കുറച്ച് ഈ ശാന്തകുമാറിന് ഒരു 6-7 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു പോവാണ്. ശാന്തകുമാറിൻ്റെ മുകളിൽ 2 ചേട്ടന്മാരുണ്ട്, താഴെ 2 ചേച്ചിമാരുണ്ട്, താഴെ ഒരു അനിയനും. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. 5 പേരുണ്ട്, ഏതായാലും 5 മക്കൾ. എന്തു ചെയ്യും? അതിന് ശേഷം ഈ അമ്മ അവരുടെ കുലത്തൊഴിലൊരു പക്ഷേ ആയിരിക്കാം, അലക്കുകാരിയായിട്ട് എല്ലാ പണമുള്ള വീടുകളിലൊക്കെ തുണികൾ അലക്കി കൊടുക്കുക. അപ്പോൾ ഈ അമ്മ രാത്രി വരുള്ളൂ, അലക്കലൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ചെറിയ പൈസയായിട്ട് വരുന്നു. അതുവരെ കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഓടുകയാണ്, പീടികയിൽ പോയിട്ട് അരിയോ സാധനം എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവന്ന് കഞ്ഞി വെച്ച് കുടിക്കുന്നു. പക്ഷെ അദ്ദേഹം ഇന്ന് ലോകം അറിയുന്നൊരു നാടകകാരനാണ്. അദ്ദേഹം മരിച്ചു പോയിട്ടും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഇന്നും നിലനിൽക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു? അദ്ദേഹം കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്, ഡിഗ്രി വരെയൊക്കെ പഠിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തിന് നല്ല വായനയ്ക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ സോമൻ എന്ന് പറയുന്ന ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ കോളേജ് അധ്യാപകനാവുന്നുണ്ട്. നല്ല വായനക്കാരനാണ്. ലോക ക്ലാസിക്കുകളടക്കം എല്ലാം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോയിട്ട് വായിക്കും. അപ്പോൾ ഈ സോമേട്ടനെ കണ്ട് ഇദ്ദേഹവും ഈ പുസ്തകങ്ങളെല്ലാം വായിക്കുന്നു. അപ്പം ശക്തമായ അല്ലെങ്കിൽ കഠിനമായ ജീവിതാനുഭവങ്ങളും അതിനോടൊപ്പം തന്നെ വായനയും കൂടി വരുമ്പോൾ, ചേട്ടനും ഒരു നാടകക്കാരനായിരുന്നു, ഇയാളും നാടകത്തിലേക്ക് വരുന്നു. നാടകത്തിന് കഥാപാത്രങ്ങളെ ഒന്നും തേടിപ്പോണ്ട, ചുറ്റും കഥാപാത്രങ്ങളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം ഇദ്ദേഹം ചുറ്റും കണ്ടിട്ടുള്ള വളരെ ദരിദ്രരായിട്ടുള്ള മനുഷ്യർ. പക്ഷെ അവരുടെ മോഹങ്ങൾ, അവരുടെ സങ്കടങ്ങൾ ഇതൊക്കെ ആവിഷ്കരിച്ച നാടകങ്ങളിലേക്ക് അദ്ദേഹം വരുന്നു. അച്ഛനും അമ്മയും തന്നെ 2 നാടകങ്ങളിൽ ഞാൻ വായിച്ചപ്പോൾ ഉണ്ട്. അലക്കുകാരിയായ അമ്മയും മദ്യപനായ അച്ഛനും ഒക്കെ ഉണ്ട്. ഇത്തരത്തിൽ സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ കഥാപാത്രങ്ങളെ കണ്ടെത്തുകയും നാടകങ്ങളാക്കുകയും എഴുത്തുകാരാകുമ്പോഴും അതേപോലെ തന്നെ കാണാൻ സാധിക്കും. പക്ഷെ ഇന്നൊരു പക്ഷേ അത്തരം അനുഭവങ്ങൾ കുറവാണ്. അതേപോലെ തന്നെ വായനയും കൂടി ഇല്ലാണ്ടായാലോ? വായനയുമില്ല, ജീവിതത്തിൽ വെല്ലുവിളികളും ഇല്ലാതായാൽ നിങ്ങൾ ആയിത്തീരുന്നത് വാസ്തവത്തിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വെല്ലുവിളി നിങ്ങളുടെ യുവത്വത്തിൽ ഉണ്ടാവുമ്പോൾ അത് താങ്ങാൻ പറ്റാത്ത ആളുകളായിട്ട് മാറുന്നു. അപ്പം അതുകൊണ്ടാണ് വായിക്കുമ്പോൾ എങ്കിലും നമ്മൾ ഈ ജീവിതങ്ങൾ അറിയുന്നുണ്ട്. നമ്മൾക്ക് ചുറ്റും കണ്ടു മനസ്സിലാക്കാൻ പറ്റാത്ത ജീവിതങ്ങൾ, കേരളത്തിൽ ഇത്രയും കാലങ്ങളായിട്ട് ജീവിച്ച മനുഷ്യരുടെ വ്യഥകളൊക്കെ നമ്മൾ ഈ കൃതികളിൽ വായിക്കുമ്പോൾ അതുണ്ടാക്കുന്നൊരു തിരിച്ചറിവുണ്ട്. അത് നമ്മളെ ശക്തരാക്കും. ജീവിതത്തിലെ വെല്ലുവിളികളെ ഫേസ് ചെയ്യാൻ നമുക്ക് ശക്തി ഉണ്ടാക്കും. ജീവിതത്തെ സൗന്ദര്യാത്മകമായിട്ട് നോക്കിക്കാണാൻ സാധിക്കും. സങ്കടങ്ങളിൽ പോലും ഒരു സൗന്ദര്യമുണ്ടാകും. സങ്കടങ്ങൾ, ദുഃഖങ്ങൾ പോലും കവിതകളാവുന്നു, അല്ലേ? നമ്മളിപ്പോൾ കണ്ട കവിതയൊക്കെ തന്നെ ദുഃഖങ്ങൾ പോലും രാമൻ്റെ
കവിത വായിച്ചു. ആ ദുഃഖങ്ങൾ പോലും അതിമനോഹരമായിട്ടുള്ള കവിതകൾ ആവുന്നു, അല്ലെങ്കിൽ ദുഃഖങ്ങളാണ് നല്ല കവിതകളാവുന്നത് എന്നതാണ് സത്യം. മാധവിക്കുട്ടി ഇംഗ്ലീഷിൽ കവിത എഴുതുമല്ലോ, കമലാദാസ് എന്ന പേരിൽ. അവരെഴുതിയ ഒരു വരി ഇതാണ്: ഹൗ കുഡ് ഐ ഹാവ് ബിക്കം എ പോയറ്റ് ഇഫ് യു ഹാവ് നോട്ട് മെയ്ഡ് മീ ക്രൈ. നീ എന്നെ കരയിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് എനിക്കിത്രമാത്രം കവിതകൾ എഴുതാൻ സാധിക്കുക? എൻ്റെ മുറിവുകളിൽ നിന്ന് രക്തമൊലിക്കുന്ന പോലെയാണ് എന്നിൽ നിന്ന് കവിതകൾ വാർന്നു വീണത് എന്ന് കമലാദാസ് പറയുന്നുണ്ട്. അപ്പോൾ ദുഃഖങ്ങളിൽ നിന്നാണ് വാസ്തവത്തിൽ നല്ല സാഹിത്യകൃതികൾ ഉണ്ടാവുന്നത് എന്നതും നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അപ്പം ഇത്തരത്തിൽ ജീവിതത്തെ ഫേസ് ചെയ്യാൻ പുതിയ കാലത്ത് നമ്മൾ കുട്ടികളിൽ കാണുന്ന വലിയൊരു ബുദ്ധിമുട്ട് അതാണ്. പല കുട്ടികളും ഒരു ചെറിയൊരു തോൽവി ഉണ്ടാകുമ്പോഴത്തേക്കും പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു, അല്ലേ? അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ബൈക്ക് വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ പോയിട്ട് സൂയിസൈഡ് ചെയ്യുന്നു, അല്ലേ? ചിലപ്പോൾ അത് കാണിച്ചു തരാം എന്നുള്ളൊരു തോന്നലിലാണ് ആത്മഹത്യ ചെയ്യുന്ന. ആരെ കാണിച്ചു തരാനാണ്? അവരുടെ ദുഃഖം കാണാനും ഞാനുണ്ടാവില്ല, അവർ ദുഃഖിക്കുകയും ചെയ്യും, അല്ലേ? ഇത്രയും കാലം വളർത്തിയ അച്ഛനും അമ്മയും ദുഃഖിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു എന്തെങ്കിലും ഒരു വെല്ലുവിളി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കിട്ടായ്മ, ഇല്ലായ്മ നമ്മളെ വലിയ നിരാശയിലേക്ക് നയിക്കുന്ന ഒരവസ്ഥ ഇത്തരത്തിൽ വായനയും അനുഭവങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സംഭവിക്കാവുന്നതാണ്. അപ്പം അതിനൊരു പ്രതിരോധം എന്ന നിലയിൽ കൂടിയാണ് നല്ല വായന ഉണ്ടാവണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രണയത്തെ പറ്റി ഇപ്പോൾ ആ കവിത വായിച്ചപ്പോൾ എത്ര സുന്ദരമാണ് പ്രണയം. നമ്മളിന്ന് പലപ്പോഴും പത്രങ്ങളിലൊക്കെ കാണുന്നുണ്ട്, പ്രണയം നിഷേധിക്കപ്പെട്ടതുകൊണ്ട് അവളെ കൊന്നുകളയാം, അല്ലേ? എത്രയോ ക്യാമ്പസുകളിൽ അത് സംഭവിക്കുന്നുണ്ട്. പ്രണയം നിഷേധിച്ച പെൺകുട്ടിയെ കഴുത്തറുത്ത് കൊന്നുകളയാം, കുത്തിക്കൊന്നുകളയാം, വെടിവെച്ച് കൊന്നുകളയാം, അതിനുവേണ്ടി വെടിവെക്കാൻ പോയിട്ട് ശീലിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇന്നിപ്പോൾ ആ നൃത്തത്തിൽ ആവിഷ്കരിക്കപ്പെട്ട പ്രണയം, ഞാൻ നിന്നോട് എൻ്റെ പ്രണയം പറയില്ല, പറഞ്ഞാൽ എനിക്കിത് നഷ്ടപ്പെട്ടാലോ എന്നുള്ള അതിലുള്ള ആ ഒരു ദുഃഖത്തിലുണ്ടാവുന്ന ഒരു വേദനയിൽ കലർന്ന ഒരാഹ്ലാദം ഉണ്ട്. ഇപ്പോൾ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നേർരേഖയൊന്നുമല്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ ധാരാളം വെല്ലുവിളികൾ, സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതാണ് എന്നെ ഞാനാക്കിയത്. അപ്പം അത്തരത്തിൽ വെല്ലുവിളികൾ കൂടി, ദുഃഖങ്ങൾ കൂടി നമ്മുടെ മുതൽക്കൂട്ടുകളാണ്. ജീവിതത്തിനും എഴുത്തിനും കലാപരമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കാനും ഒക്കെ ഇത്തരം അനുഭവങ്ങൾ വലിയ മുതൽക്കൂട്ടുകളാണ്. അതോടൊപ്പം നമ്മുടെ കലാപരമായിട്ടുള്ള എഴുത്തായിരിക്കാം, നൃത്തമായിരിക്കാം, കവിതാലാപനമായിരിക്കാം, ഇതൊക്കെ പരിപോഷിപ്പിച്ച് കൊണ്ടുവരേണ്ടതും ഉണ്ട്. പുതിയ കാലത്ത് നിന്ന് ധാരാളം വെല്ലുവിളികൾ ഉണ്ട്. ഒരു പത്രം വായിച്ചാൽ നമുക്ക് സത്യം പൂർണ്ണമായിട്ട് അറിയണമെന്നില്ല. പല പത്രങ്ങൾ വായിക്കണം. പത്രങ്ങളുടെ വരികൾക്കിടയിലൂടെ വായിച്ചാലൊക്കെ പുതിയ കാലത്തെ ഇന്ത്യക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു തിരിച്ചറിവുണ്ടാക്കുന്നത് പത്രങ്ങൾ എന്ത് വിട്ടുകളഞ്ഞു അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ അവർ വിഴുങ്ങിക്കളയും, പറയൂല. ആ വിഴുങ്ങിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ അവരുടെ പൊളിറ്റിക്സ് അത് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വായിച്ച് വളരുക, ചിന്തിച്ച് ശാക്തീകരിക്കപ്പെടുക എന്ന PN പണിക്കരുടെ വാചകം തന്നെയാണ് അവിടെ പ്രധാനമായിട്ട് നിൽക്കുന്നത്. എന്ത് വിട്ടുകളഞ്ഞു, എന്ത് കൂട്ടിച്ചേർത്തു എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ നമുക്ക് സാധിക്കും. ജാതി മത വിഭാഗീയതകൾ അതിശക്തമായിട്ട് വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട്. എൻ്റെ മതമാണ് ശ്രേഷ്ഠം, മറ്റേത് മോശം എന്നുള്ള രീതിയിൽ വലിയ വിഭാഗീകരണം നമുക്കിടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളും അതിൽ പെട്ടുപോകുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് രാഷ്ട്രീയ അധികാരം ലഭിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന വിഭാഗീയതകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇന്നത്തെ രാഷ്ട്രീയത്തെ പറ്റി +2 കുട്ടികൾക്കൊക്കെ കൂടുതലും വായിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളുകളികൾ കൂടി മനസ്സിലാക്കാൻ സാധിക്കും. അതിനുകൂടി സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല വായനാ വാരവും വായനാനുഭവങ്ങളും ഒക്കെ ആശംസിച്ചുകൊണ്ട്
എന്താണ്, സാഹിത്യ നഗരത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ബാല്യ യൗവനങ്ങൾ ഉള്ള കുട്ടികളായിട്ട് നിങ്ങൾക്ക് കഴിയാൻ സാധിച്ചതിൽ നിങ്ങളോട് സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്.